നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാർവദേശീയ മഹിളാ ദിനത്തിൽ കോട്ടമൈതാനത്ത് നടന്ന മഹിളാ സംഗമം. മിൽമ പാൽ കവറുകൾ വീണ്ടും ഉപയോഗപ്രദമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് പാലക്കാട്. അതിരൂക്ഷമായ ചൂട്, പാലക്കാട് ഇന്ന് യെല്ലോ അലേർട്ട്. സാർവദേശിക മഹിളാ ദിനത്തിന്റെ ഭാഗമായി കോട്ടമൈതാനത്ത് മഹിളാ സംഗമം സംഘടിപ്പിച്ചു. 11 years we are fighting. Every single law in this country for equal rights was made only after the struggle of the women's movement. Nobody has given anything to women out of just compassion. We have had to fight for it. But now the situation is getting very critical. The rights that we got up to now. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തി സ്ത്രീകളുടെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മഹിളാ സംഗമം സംഘടിപ്പിച്ചത്. AIDWA ദേശീയ ജനറൽ സെക്രട്ടറി മറിയം ദാവ്ളെ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. പ്രസിഡന്റ് K. ഓമന അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KS സലീഗ, അഡ്വക്കേറ്റ് ഗീതാ കുമാരി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. ബിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസാഖ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീജ നന്ദിയും പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളവരുടെ നാടായി മാറിയ ഇന്ത്യയിൽ ബിരുദധാരികളായ 50% പേരും തൊഴിൽ രഹിതരാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മറിയം ദാവ്ള പറഞ്ഞു. വർഷം തോറും 2 കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം കാറ്റിൽ അലഞ്ഞുപോയെന്നും മറിയം ദാവ്ള കുറ്റപ്പെടുത്തി. മിൽമ പാൽ കവറുകൾ പുനരുപയോഗിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് മന്ത്രി MP രാജേഷ്. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാൽ കവറുകൾ പുനരുപയോഗ സാധ്യതയുള്ളതാക്കി മാറ്റാനോ തിരിച്ചെടുക്കാനോ മിൽമ സന്നദ്ധമാകണമെന്ന് മന്ത്രി MP രാജേഷ്. ഇതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ ബൗക്കോ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി ചേർന്ന് സംവിധാനം ഒരുക്കുന്നത് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ ക്ഷീരസംഘങ്ങൾക്കും ജീവനക്കാർക്കും മിൽമ മലബാർ യൂണിയൻ നൽകുന്ന അധിക വിലയുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ സംസ്കരണത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രയാസം നേരിടുന്ന ഒന്നായി പാൽ കവറുകൾ മാറുന്നുണ്ട്. പുനരുപയോഗ സാധ്യതയില്ലാത്തതാണ് പ്രശ്നം. ബവ്കോയുടെ മദ്യക്കുപ്പികളും ഇതേ പ്രയാസമുണ്ടാക്കുന്നു, മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 312 ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമായി 1.51 കോടി രൂപയാണ് മിൽമ മലബാർ യൂണിയൻ വിതരണം ചെയ്തത്. ഒപ്പമുണ്ട് മിൽമയുടെ കരുതലോടെ എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ 16 കോടി രൂപയുടെ അധിക പാൽവിലയും കാലിത്തീറ്റ സബ്സിഡിയും അടക്കം ഇതിനകം 49 കോടി രൂപയുടെ ധനസഹായം ഈ സാമ്പത്തിക വർഷം മേഖലാ യൂണിയൻ നൽകിയെന്ന് മിൽമ അധികൃതർ പറഞ്ഞു. മിൽമ ചെയർമാൻ KS മണി അധ്യക്ഷനായി. ക്ഷീര കർഷകർക്കുള്ള ഇൻഷുറൻസ് ധനസഹായ വിതരണം A. പ്രഭാകരൻ MLA നിർവഹിച്ചു. ക്ഷീര സമാശ്വാസം ധനസഹായ വിതരണം മരുതറോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ K. ചെന്താമര, VV ബാലചന്ദ്രൻ, S. സനോജ്, മാനേജിംഗ് ഡയറക്ടർ KS ജെയിംസ്, മരുതറോഡ് ഗ്രാമപഞ്ചായത്ത് അംഗം A. അബ്ദുൾ താഹിദ് എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് പാലക്കാട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ചാണ് പ്രധാനമന്ത്രി 15-ന് റോഡ് ഷോ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി പ്രചരണത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. കനത്ത ചൂട്, പാലക്കാട് അടക്കം 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. ക്രമാതീതമായി ചൂട് അനുഭവപ്പെടുന്നതിനാൽ ഇന്ന് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് ഈ ജില്ലകളിൽ അനുഭവപ്പെടും. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അഴകുള്ള കവിതയാണ് അച്ഛൻ പുസ്തകം പ്രകാശനം ചെയ്തു. സിന്ധു കൃഷ്ണൻ കാവശ്ശേരിയുടെ 51 കവിതാ സമാഹാരങ്ങൾ അടങ്ങിയ അഴകുള്ള കവിതയാണ് അച്ഛൻ പുസ്തക പ്രകാശനം കാവശ്ശേരി വെസ്റ്റ് കാട്ടുശ്ശേരി KKMLP സ്കൂളിൽ നടന്നു. റിട്ടയർഡ് അധ്യാപിക ഉഷ ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം ഇന്ദിര ടീച്ചർ നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുനു ചന്ദ്രൻ അധ്യക്ഷനായി. മുൻ അധ്യാപകരായ നാരായണൻ, ഉണ്ണികൃഷ്ണൻ, MA ജബ്ബാർ, കവയത്രി നദീറ, ബിന്ദു ചന്ദ്രൻ, നദീറ, ഷാഹിദ, K മധു, സൈദലവി, അലി, ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു.
തൃപ്പാളൂരിൽ ലോറി ഇടിച്ച് ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. പാതയോരത്ത് സ്ഥാപിച്ച ട്രാൻസ്ഫോമറിൽ ചരക്ക് ലോറി ഇടിച്ച് ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. ആലത്തൂർ കുനിശ്ശേരി പാതയെ തൃപ്പാളൂർ തേനാരി പമ്പിന് സമീപമുള്ള ട്രാൻസ്ഫോമറിലാണ് ലോറി ഇടിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 3:30യോടെയാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ തീ പടർന്ന് ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ആലത്തൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ചിറ്റൂര്, പാലക്കാട് താലൂക്കുകളിൽ പ്രത്യേക വാഹന പരിശോധന നടത്തി. 615 കേസുകളിലായി 8,65,250 രൂപ പിഴയിട്ടു. എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 6 സ്ക്വാഡുകളാണ് 2 ദിവസങ്ങളിലായി പരിശോധന നടത്തിയത്. പ്രധാനമായും സ്റ്റേജ് കാരേജ്, ആംബുലൻസ് എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ഹൈവേകളിലെ ലൈൻ ട്രാഫിക്, അമിതവേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ആംബുലൻസുകളിലെ ലൈറ്റുകൾ, രജിസ്ട്രേഷൻ നമ്പർ ശരിയായി പ്രദർശിപ്പിക്കാതിരിക്കൽ, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ക്രോസിംഗിൽ അലക്ഷ്യമായി വാഹനം നിർത്തിയിടുക എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത്. വേനൽ ചൂട് കനത്തതോടെ ദാഹമകറ്റാൻ തണ്ണിമത്തന് ആവശ്യകതയേറുന്നു. തണ്ണിമത്തന് ആവശ്യക്കാരേറെയായതോടെ പാലക്കാടിന്റെ മേഖലയിൽ തണ്ണിമത്തൻ വിൽപ്പന കേന്ദ്രങ്ങളും വർദ്ധിച്ചു. സംസ്ഥാന പാത മുതൽ ഗ്രാമപ്രദേശങ്ങൾ വരെ തണ്ണിമത്തൻ വിൽപ്പന തകൃതിയായി. ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. വേനലിനെ പ്രതിരോധിക്കാൻ കൈതച്ചക്കയും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും തണ്ണിമത്തനാണ് ഏത് ചൂടുകാലത്തെയും പോലെ ഇക്കുറിയും താരം. സാധാരണഗതിയിൽ തണ്ണിമത്തൻ വാങ്ങിച്ചാൽ അത് തണുപ്പിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുകയോ പതിവ്. എന്നാൽ ഇപ്പോൾ തണ്ണിമത്തൻ കൊണ്ട് ഷൈക്കും സാലഡും തുടങ്ങി ഐസ്ക്രീമും വരെ തയ്യാറാക്കുന്നുണ്ട്. തണുത്ത പാലും പഞ്ചസാരയും തണ്ണിമത്തനും മാത്രം മതി ഇത് തയ്യാറാക്കാൻ. കഷ്ണങ്ങളാക്കിയ തണ്ണിമത്തൻ കുരു അരഞ്ഞു പോകാത്ത രീതിയിൽ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. ശേഷം തണ്ണിമത്തന്റെ ജ്യൂസ് മാത്രം അരിച്ചെടുത്ത് ഇത് പഞ്ചസാരയും ചേർത്ത് തണുത്ത പാലിൽ അരിച്ചെടുക്കാം. അല്പം ഒന്ന് തണുപ്പിക്കാൻ വെച്ച ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സിയിൽ അടിക്കുക. ആവശ്യമെങ്കിൽ അല്പം ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കൂടി ചേർക്കാവുന്നതാണ്. പിന്നെയുള്ളത് സലാഡാണ്. ചെറു കഷ്ണങ്ങളാക്കിയ തണ്ണിമത്തന്റെ കൂടെ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, അല്പം തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടി, അല്പം നാരങ്ങ നീര് എന്നിവ ചേർത്താൽ സാലഡായി. വേണമെങ്കിലും കക്കിരിക്കയും കഷ്ണങ്ങളാക്കി മുറിച്ചു ചേർക്കാവുന്നതാണ്. ഇവ കൂടാതെ തണ്ണിമത്തൻ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നവരുമുണ്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് തണ്ണിമത്തൻ കൃഷിക്ക് അനുയോജ്യമായ സമയം. സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുന്നതും തുറസായതുമായ സ്ഥലമാണ് തണ്ണിമത്തൻ കൃഷിക്ക് അനുയോജ്യം. ആരോഗ്യ ഗുണങ്ങളുള്ള കലവറയാണ് തണ്ണിമത്തൻ. തണ്ണിമത്തന് വിപണിയിൽ 20 മുതൽ 28 രൂപ വരെ വില വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 15 രൂപയ്ക്കും 20 രൂപയ്ക്കും ഇടയിൽ വിലയുണ്ടായിരുന്ന തണ്ണിമത്തനാണ് ഇത്തവണ മാർച്ച് തുടങ്ങിയിട്ടും വിലയിൽ 25-ന് മുകളിൽ നിൽക്കുന്നത്. ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റിസൺസ് ഫോറം ജനകീയ കൂട്ടായ്മ. ദീർഘദൂര തീവണ്ടികൾക്ക് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റിസൺസ് ഫോറം ജനകീയ കൂട്ടായ്മ നടത്തി. ടീം ഗാർഡൻ എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപരോധം നടത്താൻ തീരുമാനിച്ചു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും മലബാറിന്റെ റെയിൽവേ ഹബ്ബായി ഒറ്റപ്പാലത്തെ വികസിപ്പിക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജനകീയ സമരസമിതിയും രൂപവൽക്കരിച്ചു. കവി PT നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് RP ശ്രീനിവാസൻ അധ്യക്ഷനായി. PKC നായർ, പ്രൊഫസർ J സരോജ് കുമാർ, K മധുസൂദനൻ, തോമസ് ജേക്കബ്, ബാബു മൊയ്തീൻകുട്ടി, PK അനുമോൻ, VP കമറുദ്ദീൻ, KV ഷംസുദ്ദീൻ, സദാനന്ദ പുലവർ തുടങ്ങിയവർ സംസാരിച്ചു.
ഒറ്റപ്പാലത്തുണ്ട് എക്സൈസിലെ ഏക വനിതാ റേഞ്ച് ഇൻസ്പെക്ടർ. ധൈര്യത്തോടെ വരൂ, എക്സൈസിലുമുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് ചെയ്യാൻ. ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഒ സജിതയുടെ വാക്കുകൾക്ക് ആത്മവിശ്വാസം ഏറെയായിരുന്നു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ തസ്തികയിൽ 4 വർഷത്തോളം ജോലി ചെയ്ത അനുഭവമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ. സംസ്ഥാനത്ത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായ ഏക വനിതയാണ് തൃശൂർ തൈക്കാട്ടുശ്ശേരി ഉത്തപ്പിള്ളി വീട്ടിൽ ദാമോദരന്റെയും KU മീനാക്ഷിയുടെയും മകളായ സജിത. 2014 ആദ്യം കിട്ടിയത് സിവിൽ എക്സൈസ് ഓഫീസറുടെ ജോലി. 2019 എക്സൈസ് ഇൻസ്പെക്ടറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന പ്രസ്താവനയില്ലാതെ വന്ന ആദ്യ നോട്ടിഫിക്കേഷൻ പുരുഷന്മാരെ എല്ലാം പിന്നിലാക്കി 1ാം റാങ്കോടെയാണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായത്. ഇതിനിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, KCB കാഷ്യർ, റെയിൽവേ തുടങ്ങി പല പരീക്ഷകളിലും റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു. തിരൂർ, പഴയന്നൂർ റേഞ്ചുകളിൽ ജോലി ചെയ്ത ശേഷമാണ് സജിത ഒറ്റപ്പാലത്തേക്ക് എത്തിയത്. ഇതുവരെ 100 കിലോഗ്രാം കഞ്ചാവ് സജിതയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചിട്ടുണ്ട്. തിരൂരിൽ വെച്ച് 51 കിലോഗ്രാം കഞ്ചാവുമായി 2 മലപ്പുറത്തുകാരെ പിടികൂടുകയും അവർക്ക് കോടതി മുഖാന്തരം ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ലഹരി ഉപയോഗിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണെങ്കിലും അതിന്റെ ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് എക്സൈസിലെ ജോലി മറ്റേത് ജോലിയേക്കാളും നന്നായി ചെയ്യാനാകും. സ്ത്രീകളെ മാറ്റി നിർത്തിയൊരു ലോകം എക്സൈസിനുമാകില്ല, സജിത പറഞ്ഞു. ഷൊർണൂർ ചുടുവാലത്തൂർ അഭിനയം വീട്ടിൽ KG അജിയാണ് ഭർത്താവ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഇന്ദുവാണ് മകൾ. മിൽമയുടെ അധിക വില ലഭിക്കാതെ പരമ്പരാഗത ക്ഷീരസംഘത്തിലെ കർഷകർ. മിൽമ മലബാർ മേഖലാ യൂണിയൻ ക്ഷീര കർഷകർക്കായി അനുവദിക്കുന്ന അധിക വിലയുടെ ആനുകൂല്യത്തിൽ നിന്ന് പരമ്പരാഗത ക്ഷീരസംഘങ്ങൾ പുറത്തായി. ഇതോടെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ലിറ്ററിന് അധികമായി നൽകുന്ന 1.50 രൂപയും മാർച്ചിൽ നൽകുന്ന 4 രൂപയും മേഖലാ യൂണിയൻ പരിധിയിൽ വരുന്ന പരമ്പരാഗത ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് ലഭിക്കില്ല. മലബാർ മേഖലയിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 100 പരമ്പരാഗത ക്ഷീരസംഘമാണ് പ്രവർത്തിക്കുന്നത്. ഈ സംഘങ്ങളിൽ നിന്നുള്ള പ്രാദേശിക വിൽപ്പന കഴിഞ്ഞുള്ള പാൽ മിൽമ സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ മേഖലാ യൂണിയൻ പരമ്പരാഗത സംഘങ്ങളിൽ നിന്ന് സംഭരിച്ച പാലിന് അധിക വിലയായി 1 രൂപ നൽകിയിരുന്നു. എന്നാൽ വേനൽക്കാലത്ത് ആശ്വാസമായി 3 മാസം തുടർച്ചയായി മേഖലാ യൂണിയൻ അംഗത്വമുള്ള ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾക്ക് അധിക വില നൽകിയപ്പോഴും പരമ്പരാഗത ക്ഷീരസംഘങ്ങളെ പരിഗണിച്ചില്ല. പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം ഇത്തരം സംഘങ്ങളിൽ നിന്ന് പ്രതിദിനം 40,000 ലിറ്റർ പാലാണ് മിൽമ സംഭരിക്കുന്നത്. മിൽമയ്ക്ക് പാൽ നൽകുന്ന എല്ലാ ക്ഷീരസംഘങ്ങളെയും കർഷകരെ ഒരുപോലെ കണ്ട് അധിക വില പരമ്പരാഗത സംഘങ്ങൾക്കും അനുവദിക്കാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് പരമ്പരാഗത ക്ഷീരസംഘം പ്രസിഡന്റുമാർ മിൽമ ചെയർമാന് പരാതി നൽകി. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗിന് ഈ മാസം 15, 16, 17 തീയതികളിൽ സ്പെഷ്യൽ ഡ്രൈവ്. റേഷൻ കടകളിലെ ഇപോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് EKYC റേഷൻ മസ്റ്ററിംഗ്. റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് മസ്റ്ററിംഗ്. നീല, വെള്ള റേഷൻ അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ മെയ് മാസം മുതൽ വർധന ഉണ്ടാകും. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷമാപത്ത 7 നിന്ന് 9% ഉയർത്തി. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും സംസ്ഥാനം നേരിട്ട് ശമ്പളം കൊടുക്കുന്ന കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർക്കും 6 ഗഡു DA കുടിശ്ശികയിൽ 1 ഗഡു അനുവദിച്ച് ഇന്നലെ ഉത്തരവായതോടെയാണിത്. ഏപ്രിലെ ശമ്പളം മുതൽ ഇതിൽ ഉൾപ്പെടും. മെയ് മുതൽ കിട്ടിത്തുടങ്ങും. പെൻഷൻകാർക്കുള്ള DRും കൂട്ടിയിട്ടുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചു. 2% DA കൂട്ടുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ്
സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് ശമ്പളത്തിൽ 474 രൂപ കൂടും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2022 രൂപയും അഡീഷണൽ സെക്രട്ടറിക്ക് 6362 രൂപയും കൂടും. സർവീസ് പെൻഷൻകാർക്കും വർധന ബാധകമാണ്. ഇത് 2021 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കും. എന്നാൽ 2021 ജനുവരി മുതൽ 2024 ജനുവരി വരെയുള്ള കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ആനപ്പാറ നെഹ്റു സ്മാരക വാർഷികോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. NSLP സ്കൂൾ വാർഷികം, അംഗൻവാടി വാർഷികം, അധ്യാപക രക്ഷകർതൃ ദിനം, പൂർവ്വ വിദ്യാർത്ഥി ദിനം, എൻഡോസ്മെന്റ് വിതരണം, LSS നേടിയ കുട്ടികളെ ആദരിക്കൽ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ MU ബിനിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ VS രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VK പത്മനാഭൻ LSS നേടിയ കുട്ടികളെ ആദരിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് ഡോക്ടർ VK ശ്രീധരൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സുജയ KS, ജയന്തി, സിജി, സിന്ധു KA, NL ജേക്കബ് മാസ്റ്റർ, അജയൻ KK, രമ്യ ജിജു, അരവിന്ദാക്ഷൻ തൊഴുത്തിങ്കൽ, ആന്റണി കല്ലേലി, ധീരജ് MG, MN രഞ്ജിത്ത്, മീനാകുമാരി KV എന്നിവർ സംസാരിച്ചു. മേലാർക്കോട് പുത്തന്തറ വാര്യമ്മൻ കോവിലിൽ കനൽ ചാട്ടത്തിനിടെ 10 വയസ്സുകാരൻ തീക്കൂനിയിലേക്ക് വീണു. പൊങ്കൽ ഉത്സവത്തിനിടെ പുലർച്ചെ 5 മണിയോടെയാണ് അപകടം ഉണ്ടായത്. കനൽച്ചാട്ടം നടത്തുന്നതിനിടെ വിദ്യാർത്ഥി തീക്കൂനയിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകി. പരിക്ക് സാരമുള്ളതല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടി തീക്കൂനയിലേക്ക് വീഴുന്നതിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. കർഷകർക്ക് ഇനി മുതൽ നെല്ല് സംഭരണ രസീത് ലഭിച്ചയുടൻ 15 ദിവസത്തിനകത്തും നെല്ല് വില നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച കർഷക പ്രതിനിധികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിഭൂമിയുടെ 5 ഏക്കർ പരിധി ഒഴിവാക്കി ഈ സീസൺ മുതൽ നെല്ല് സംഭരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏക്കറിന് 3000 കിലോഗ്രാം വരെ ഉൽപ്പാദിപ്പിച്ചാലും കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ മുഴുവൻ നെല്ലും സംഭരിക്കും. കൃഷിക്കാരനെ ഇതിന്റെ പേരിൽ ആഴ്ചകളും മാസങ്ങളും നടത്തിക്കുന്ന രീതി ഒഴിവാക്കണമെന്ന് കൃഷി ഓഫീസർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭരണം, ബാങ്കിംഗ് നടപടികൾ, തുക വിതരണം തുടങ്ങിയവയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ബാങ്ക്, സപ്ലൈകോ പ്രതിനിധികളെ ഉൾപ്പെടുത്തി 3 അംഗ സമിതി രൂപവൽക്കരിക്കും. പച്ചച്ചീട്ട്, PRS എന്നിവയുടെ കാലതാമസം ഒഴിവാക്കാൻ അടുത്ത സീസൺ മുതൽ ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ട്. നെല്ല് സംഭരണ രജിസ്ട്രേഷനിലെ തിരക്ക് കുറയ്ക്കാൻ കൃഷിഭവനിൽ തന്നെ രജിസ്ട്രേഷൻ ക്യാമ്പ് ഒരുക്കും. ഇതിന്റെ ആദ്യഘട്ടം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ നടത്താനാണ് ആലോചിക്കുന്നത്. 2022-23 വർഷത്തിൽ പല കാരണങ്ങളാൽ നെല്ലിന്റെ തുക കൈപ്പറ്റാത്ത കർഷകർക്ക് സപ്ലൈകോ നേരിട്ട് തുക നൽകും. മരണം, 18 വയസ്സ് പൂർത്തിയാകാത്തവർ, NRI തുടങ്ങിയ കാരണങ്ങളാൽ PRS എടുക്കാൻ സാധിക്കാത്തവർക്കാണ് തുക നൽകുക. മറ്റുള്ളവർ PRS എടുക്കാൻ തയ്യാറായാൽ ഉടൻ പണം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമ്പലപ്പാറ ALP സ്കൂളിൽ 48ാം വാർഷികാഘോഷവും
പ്രധാന അധ്യാപിക വത്സല ടീച്ചർക്കുള്ള യാത്രയയപ്പും വർണ്ണാഭമായി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക ഫാസില ബാനു മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ നൂറുൽ സലാം അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. മാനേജർ CP മുസ്തഫ, PTA പ്രസിഡന്റ് നജീബ് കോലോത്തൊടി, MTA പ്രസിഡന്റ് ഹഫ്സത്ത്, CK കുഞ്ഞയമ്മ, MP പ്രീതി, മുനീർ എന്നിവർ ഉപഹാരം നടത്തി. P ശശികുമാർ സ്വാഗതവും C അഷ്റഫ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി, അഫ്സൽ ബാബു, CP ഷിഹാബുദ്ദീൻ, പ്രധാന അധ്യാപിക T ശാലിനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പനമണ്ണ UP സ്കൂളിലെ പുതിയ കെട്ടിടം മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. പനമണ്ണ UP സ്കൂൾ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ വാർഷികവും ആഘോഷിച്ചു. ജിനി ഗിരീഷ് അധ്യക്ഷയായി. CATU സംസ്ഥാന കമ്മിറ്റി അംഗം V സരള സംസാരിച്ചു. ഭാരവാഹികൾ ജിനി ഗിരീഷ് പ്രസിഡന്റ്, ഷൈനി K ജോർജ് വൈസ് പ്രസിഡന്റ്, ലേഖ പ്രശാന്ത് ജനറൽ സെക്രട്ടറി, ശാമിനി ശശിയപ്പൻ ജോയിന്റ് സെക്രട്ടറി, KA ശിശിര ഗജാൻജി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാർവദേശിക മഹിളാ ദിനത്തിൽ കോട്ടമൈതാനത്ത് നടന്ന മഹിളാ സംഗമം. മിൽമ പാൽ കവറുകൾ വീണ്ടും ഉപയോഗപ്രദമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് പാലക്കാട്. അതിരൂക്ഷമായ ചൂട്. പാലക്കാട് ഇന്ന് യെല്ലോ അലേർട്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.